മച്ചാമാരെ, അപ്പോൾ നമുക്ക് ചെറിയൊരു സഹായം കിട്ടി. അത് കാരണം ആ സഹായം കിട്ടിയത് കാരണം നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ടോ. ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ടെൻറ്റ് കയറ്റി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വണ്ടി ഇരുന്ന് പോയി താഴ്ന്നു പോയി എന്നൊക്കെ. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് നമുക്ക് കിട്ടിയൊരു സഹായമാണ് കാർ സ്റ്റെബിലൈസർ പ്രോ എന്ന് പറയുന്നൊരു സംഭവം. ഒരു ചെറിയൊരു റബ്ബർ ബുഷാണ്. അതിപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലേ വിസി? നല്ല രീതിയിൽ ഹൈറ്റ് വണ്ടിയുടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ സസ്പെൻഷൻ മോഡിഫൈ ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞു. അതൊന്നും നടപടിയാവണ സ്കീമല്ല. കാരണം നമ്മളെ കൊണ്ടൊന്നും ഈ കാറിൻ്റെ സസ്പെൻഷൻ കൂട്ടിയാൽ കൂടില്ല. കാരണം അത്രയും വിലയാണ്. 10,60,000 രൂപ വരും നമുക്ക് ഈ ഒരു ഫോർഡ് ഫിഗോൻ്റെ ഒക്കെ സസ്പെൻഷൻ അപ്ലിഫ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ അത് കാരണം ഞങ്ങളിങ്ങനെ ആകെ ടെൻഷൻ പിടിച്ച് സങ്കടത്തോടു കൂടി നടക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ വന്നത്. അല്ലേ വിസി? എങ്ങനെയുണ്ടാ? കിട്ടു സാധനമല്ലേ? യാത്ര ചെയ്താൽ അതിന്റെ ഒരു സുഖം മനസ്സിലാവും. അപ്പോൾ വെച്ചാൽ ഇതാണ്ടോ നമ്മുടെ ഐറ്റം കാർ സ്റ്റെബിലൈസർ പ്രോ. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ബോക്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വിസി? വണ്ടിയുടെ ഹൈറ്റ് കൂട്ടും, പിന്നെ കുടുക്കം കുറയ്ക്കും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹമ്പി ആടുമ്പോഴാണ്. അതെ, ഹമ്പ് ചാടുന്നത് അറിയുന്നേ ഇല്ല. ഇങ്ങനെ ഒഴുകി 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 വണ്ടി ഇങ്ങനെ പോണേണ് അല്ലേ? അതെ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയായിട്ട് നമ്മൾ റഫ് ടെറൈനിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അടിയിടിച്ചൊക്കെ വല്ല സീനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് അവിടെ വെച്ച് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഒരു ആശ്വാസമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് അവരുടെ ആ ഒരു കാക്കനാടുള്ള ഒരു ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സീൻ ഞാൻ എടുത്ത് കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും അതൊന്ന് പോയി കണ്ടിട്ട് വാ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കളമശ്ശേരിയിലുള്ള കാർ സ്റ്റെബിലൈസർ പ്രോൻ്റെ ആ ഒരു ഇൻസ്റ്റാളേഷൻ ഓഫീസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ സ്റ്റെബിലൈസർ പ്രോ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഈ ഒരു ബോക്സിലാണ് ഒരു ഇത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ ഒരു സംഭവം ഡയറക്റ്റ്ലി നമ്മൾ നമ്മുടെ സസ്പെൻഷനിലേക്ക് ഇടും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ കാറിനും ഓരോ സൈസാണ് കേട്ടോ. നമ്മുടെ കാറിന് പറ്റിയ സൈസാണിത്. അപ്പോൾ ഇതിന് മുന്നേ ഇവർ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ വരുന്നത് B3 ആണല്ലേ? ബാക്കിൽ B2. ഓക്കെ, അത് ഓരോ കാറിനും വേരി ചെയ്തിരിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് പ്രൈസും സൈസും പറയുകയാണെങ്കിൽ മെഷർ ചെയ്ത് ഏത് സൈസാന്ന് പറഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിൽ B3 ആണ് വരുന്നത്. അതുപോലെ റെയറിൽ നമുക്ക് B2 സൈസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് ഇവർ കൃത്യമായിട്ട് ഇവർ എടുത്തിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ പണിയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ അവർ ജാക്കി വെച്ചിന് വണ്ടി പോകണം അല്ലേ? ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ജസ്റ്റ് ഇപ്പോൾ സിമ്പിളായിട്ട് ഏകദേശം 1 മിനിറ്റ് പോലും എടുത്തില്ല കഴിയാനായിട്ട്. അപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ, കറക്റ്റ് സെൻറ്റർ പൊസിഷനിലാണ് കേട്ടോ. ഷോക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പൊസിഷനിലാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ അല്ലേ? അതെ, ഇതാണ് കറക്റ്റ് പൊസിഷനിൽ വെച്ചാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ബാക്കിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ബ്രോ ഇവിടെ താഴത്ത് കിടന്നിട്ടാണ് ചെയ്യണം. നമ്മുടെ ടയർ മാറ്റണം. ടയർ ആകെ സീനായിട്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള 2 വീലിൻ്റെയും ആ ഒരു ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടോ. അവിടെ ഇട്ടു, ആ വീലിലും ഇട്ടു, ഈ വീലിലും ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇടാൻ വേണ്ടി പോകാണ്ടോ. അപ്പോൾ വണ്ടിക്ക് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ചരിവാണ് കേട്ടോ. ഈ സൈഡിൽ വണ്ടിക്ക് പൊക്കം കൂടുതലാണ്, ഇവിടെ താന്ന് കിടക്കണം. അതാണ് വിസി വ്യത്യാസമുണ്ട്. അതെ, ക്യാമറ എന്തോരം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതെ, ക്യാമറയിൽ മനസ്സിലാവുന്നില്ല. വിസിബിളി നോക്കുമ്പോഴത്തേക്കും ഈ സൈഡിൽ പൊന്തിയിരിക്കും, ഇവിടെ പൊന്തിയിരിക്കുന്നു അല്ലേ? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബാക്കിൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമുക്കിത് എക്സ്ട്രാ ലെങ്ത്തിൽ നമുക്ക് വന്നിട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ലെങ്ത്തിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ നമ്മൾ വെക്കാൻ പാടില്ല. ഇവിടെ നൈസായിട്ട് കുറച്ച് അവരിങ്ങനെ കട്ട് ചെയ്ത് കളയും അല്ലേ ബ്രോ? ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി ഹാർഡായി പോകും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് ആക്ഷൻ ആയി പോകും. റിവേഴ്സ് ആക്ഷൻ ആവും. കട്ട് ചെയ്ത് കളഞ്ഞാലാണ് കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ കാണിക്കുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 4 വീലിലും നമ്മുടെ ആ ഒരു കാർ സ്റ്റെബിലൈസർ പ്രോ നമ്മൾ ഫിറ്റ് ചെയ്തു അല്ലേ ബ്രോ? താങ്ക് യു സോ മച്ച്. അപ്പോൾ 4 വീലിലും നമ്മൾ ഫിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കാറിൻ്റെ ഹൈറ്റും ആ ഒരു വീൽ ബേസും ഒക്കെ നൈസായിട്ട് നമുക്ക് വിസിബിളായിട്ട് ചേഞ്ച് ചെയ്യാം അല്ലേ? വീൽ ബേസ് ശരിക്കും കൂടിയിട്ടുണ്ടല്ലേ? നോക്കണം വീസി കണ്ടോ, നല്ലൊരു സ്പോഞ്ച് പോലത്തെ ഇളക്കിക്ക് കണ്ടോ. നേരത്തെ ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സൗണ്ടൊന്നുമില്ല. ഇവന്മാർ 2 പേരുമാണ് നമുക്ക് ഇവിടെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്തു തന്നെ. പേരൊന്ന് പറ ബ്രോ. അൽത്താഫ്. ബ്രോൻ്റെ വിഘ്നേഷ്. അപ്പോൾ ഇവരാണ് നമുക്ക് എല്ലാ ഹെൽപ്പുകളും ചെയ്തു തന്നെ. താങ്ക് യു സോ മച്ച്.
അപ്പോൾ നമ്മുടെ കാർ സ്റ്റെബിലൈസർ ഓക്കെ. അപ്പോൾ ഈ സംഭവത്തിന് വാറന്റി ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര വർഷമാണ് ഗ്യാരണ്ടി നമുക്ക് തരുന്നത്? 3 years റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. അൺകണ്ടീഷണൽ റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. ഓക്കെ, 3 വർഷത്തെ അൺകണ്ടീഷണൽ റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ടോ? അതായത് 3 വർഷത്തിനിടയിൽ ഈ നമ്മുടെ ഇട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് എന്ത് സംഭവിച്ചാലും അവരത് റീപ്ലേസ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റ് ഇട്ട് തരും അല്ലേ? അമ്പോ അടിപൊളി. തലേദിവസം നിർത്തി നോക്കി തലേദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്നാലും നമ്മൾ മാറ്റി തരും. നമ്മുടെ കാർ സ്റ്റെബിലൈസർ പ്രോ അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സസ്പെൻഷൻ സ്മൂത്ത് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമ്മുടെ ടയറിനും കിട്ടും. ടയറിൻ്റെ തേയ്മാനമൊക്കെ നല്ല രീതിയിൽ കുറയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ ആഫ്റ്റർ മാർക്കറ്റ് സസ്പെൻഷനിൽ പണികൾ എന്താ പറയുക ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താറുണ്ട്. പക്ഷേ സസ്പെൻഷൻ മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കാശ് പൊട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അൻസൽ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ അൻസലിൻ്റെ ഫോൺ നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രൊഡക്റ്റ് അവർ എത്തിച്ചു തരുമോ അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളിൽ വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇട്ട് തരുമോ ചെയ്യും. കേരളത്തിൽ എല്ലായിടത്തും അവർക്കിത് വിൽക്കുന്ന ബ്രാഞ്ച് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ കളമശ്ശേരിയിലെ ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അവർ അവിടെ വെച്ച് തന്നെ നമുക്ക് നേരത്തെ നിങ്ങൾ വീഡിയോ കണ്ട പോലെ ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. അപ്പോൾ നമ്മുടെ സ്റ്റെബിലൈസർ ഇട്ടതിന് ശേഷമുള്ള ആദ്യത്തെ റോഡ് എന്താ പറയുക ഒരു ടെസ്റ്റാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വലിയൊരു ഹമ്പിലേക്ക് നമ്മൾ കയറാൻ പോകാം കേട്ടോ. വണ്ടി ഹമ്പി കയറി ഇറങ്ങി. പക്ഷെ നമ്മൾ അറിഞ്ഞു പോലുമില്ല കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഞാൻ വെറുതെ ഇവിടെ ഇത് തള്ളണേ എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, ഞാൻ നിങ്ങളോട് പറയുവാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് അറിയണമെങ്കിൽ ഇത് ഇട്ട കാറുകൾ നിങ്ങൾ ഓടിച്ചു നോക്കണം. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ അറിയാവുന്ന ആളുകളാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എന്റെ വണ്ടി തന്നെ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവും. സാധാരണഗതിയിൽ ഈ ഫോർഡ് ഫിഗോ എന്ന് പറയുന്ന വണ്ടിയുടെ സസ്പെൻഷൻ അത്ര പോരാ. കുറച്ച് പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ നമ്മുടെ ഫോർഡ് ഫിഗോന്റെ സസ്പെൻഷൻ ഉണ്ട്. വണ്ടിക്ക് അത്യാവശ്യം നല്ല വിറയിലും അതുപോലെ ബാക്കിൽ നല്ല അടിയൊക്കെയുള്ള വണ്ടിയാണ്. പക്ഷേ ഈ ഒരു സംഭവം കയറ്റപ്പറ്റുണ്ടല്ലോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു പാലത്തിലേക്ക് പോകാണ്ടോ. സാധാരണ പാലത്തിലൊക്കെ നമ്മൾ കയറുമ്പോണ്ടല്ലോ നമുക്ക് ചവിട്ടി തന്നെ എടുക്കേണ്ടതുണ്ട്. ഈ പാലത്തിന്റെ ആ ഒരു ജെർക്കും കട്ടറൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ആ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നല്ല സ്മൂത്തായി. എനിക്കിത് എങ്ങനെയാണ് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത് ഓടിച്ച് തന്നെ ഇതിട്ടൊരു വണ്ടി ഓടിച്ച് തന്നെ നമ്മൾ ഫീൽ ചെയ്യേണ്ടതാണ്. നമ്മുടെ സാധാരണ വണ്ടിയിൽ നിന്ന് ഇതിട്ട് ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ ടോട്ടലായിട്ടും വണ്ടി മാറും. ഇങ്ങനെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മാരുതി 800ലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ മെർസിഡീസ് ബെൻസിലും ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ നല്ലൊരു കോർണറാണ് കേട്ടോ എത്താൻ വേണ്ടി പോകുന്നത്. അതൊരു നല്ലൊരു അത്യാവശ്യം നല്ല വളവാണ്. വീശെടുക്കാൻ പറ്റിയൊരു വളവാണ്. സാധാരണഗതിയിൽ ആ ഒരു വളവിൽ നോർമലി ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ ആ വളവ് എടുക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യാണ്ട് കണ്ട നല്ല വീശാണ് ഞാൻ വീശിയത് കണ്ട. പക്ഷെ വണ്ടി ഒരു തുള്ളി ബോഡി റോളിംഗ് ഇല്ല. വണ്ടി കറക്റ്റ് എന്റെ കയ്യിൽ കിട്ടുന്നുണ്ട് സ്റ്റിയറിങ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കണ്ട വണ്ടി കറക്റ്റ് കയ്യിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം അധികം ബ്രേക്കിംഗ് ഒന്നും നമുക്ക് എന്താ പറയാ ബ്രേക്ക് ചവിട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി കേട്ടോ. അതായത് യാത്രാസുഖം 10 മടങ്ങ് വർദ്ധിച്ചു. ഒരു ക്ഷീണം ഒക്കെ മാറി. ഫോർഡ് ഫിഗോന് നല്ല എന്താ പറയാ സ്റ്റോക്ക് വണ്ടികളുടെ സസ്പെൻഷൻ അത്രയ്ക്ക് പോരാ മാത്രമല്ല ഒരു എന്താ പറയാ അട്ടർ വേസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ഞാൻ സസ്പെൻഷൻ മാറുവാണെങ്കിൽ എനിക്ക് എങ്ങനെ വന്നാലും ഒരു 60,000 മേലെ 1 ലക്ഷത്തിന് അടുപ്പിച്ച് എനിക്ക് പ്രൈസ് എനിക്ക് വരും. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ റോഡ് സ്റ്റെബിലൈസർ പ്രോ വളരെ ചുരുങ്ങി, അതായത് ഒരു 10,000 രൂപയിൽ താഴെ മുടക്കിയിട്ട് എനിക്ക് ആ ഒരു ഫീലിലേക്ക് എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. ആ ഒരു 10,000 രൂപ താഴെ മുടക്കിയിട്ട് എന്താ പറയാ ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ഉള്ള പണി വണ്ടിയിൽ ചെയ്ത പോലെയുള്ള ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റിന്റെ ആ ഒരു വീഡിയോ ആയിരുന്നു. ഇതെന്തായാലും നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആ ഒരു സ്റ്റെബിലൈസർ പ്രോ. നിങ്ങൾക്ക് കാറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചിടണം. നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു യാത്രയിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിനി റഫ് ടെറൈനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഈ പറയുന്ന പോലെ സിക്കിമിലും അതുപോലെ അരുണാചൽ പ്രദേശിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെയൊക്കെ റോഡേ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് മാക്സിമം അതിൻ്റെ പെർഫോമൻസ് തരാൻ വേണ്ടി പോണേ. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോണ്ടല്ലോ നമ്മുടെ ബ്ലോഗിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കൂടി നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കാർ റോഡ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിച്ചിടാമല്ലോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കണ്ടന്റ് കേട്ടോ. അപ്പോൾ നാളത്തെ കണ്ടന്റിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. ദിസ് ഇസ് മീ കൊച്ചി വ്ളോഗർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.